ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതി ആദിയുടെ അമ്മയാണെന്നുള്ള സത്യം നമ്മുടെ രേവതിയാണ് ആദ്യം തിരിച്ചറിയുന്നത്. പക്ഷേ അത് ആരോടും പറയാൻ പറ്റാത്ത വല്ലാത്തൊരു വിങ്ങലിലാണ് രേവതി ഉള്ളത്. ശ്രുതി അത് എല്ലാവരും അറിയിക്കും, അതുവരെ രേവതിയുടെ അടുത്ത് ആരടുത്തും പറയരുതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൂട്ടിക്കൊണ്ടു പോയിട്ട് താൻ സൂയിസൈഡ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞ് രേവതിയെ വിലക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവാണ്. രേവതിക്കാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ശ്രുതിയെ തനിച്ചു കാണണോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് രേവതി ചെല്ലുന്നത്. ആദ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആദിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ആദ്യം കൂട്ടിയിട്ട് അമ്മയുടെ അടുത്ത് പുറത്തേക്ക് പോകാനാണ് ശ്രുതി പറയുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് വിമല പറയുന്നുണ്ട്, രേവതി നീ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൾ ചെയ്തിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ അവൾക്ക് ആദ്യമായിട്ട് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് അവൾക്ക് ഇഷ്ടപ്പെടാത്തതായി പോയി. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവളായിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തിയ ജീവിതത്തില് എനിക്ക് തലയിടാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയുമായി. രേവതി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം രേവതി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം തനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിമല ആദ്യം കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. അതിന് പ്രത്യേകിച്ച് രേവതി മറുപടി ഒന്നും കൊടുക്കുന്നില്ല. തുടർന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി എന്നെ തനിയെ കാണുന്നുള്ള കാര്യം പറഞ്ഞത്? എനിക്ക് ശ്രുതി നിന്റെ അടുത്ത് പുതിയതായിട്ട് ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടും പറയാനില്ല. നിന്റെ കാര്യങ്ങൾ സത്യങ്ങൾ എന്നാണ് നീ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്? പെട്ടെന്ന് എന്താ രേവതി നീ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ഞാൻ നിന്റെ അടുത്ത് എന്താണ് ചോദിക്കേണ്ടത്? എപ്പോഴാണ് നീ സത്യങ്ങളെല്ലാം തുറന്നു പറയണത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. നീ എന്താ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? പുതുതായിട്ട് എന്ത് കള്ളം പറയണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ? ഇത് കേട്ട ഉടനെ മീര പറയുന്നുണ്ട്, രേവതി നീ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവളെ മനസ്സിലാക്കിയത്. പെട്ടെന്ന് രേവതി വന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇനി എന്തായാലും കൂടുതൽ കാലം സത്യങ്ങളൊന്നും മറച്ചു വെച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു വിധത്തിലാണ് ഞാൻ വീട് വിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ തിരികെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നു. ഇനിയും മറ്റുള്ളവരുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് എനിക്ക് വീട് വിട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. ഇത് കേട്ടിട്ടുടനെ മീര ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും നാള് നീ ഞങ്ങളെ കൊണ്ടൊക്കെ കള്ളം പറയിപ്പിക്കുക ചെയ്തത്. ഇപ്പോ രേവതിയും ആ കൂട്ടത്തിലേക്ക് നീ കൂട്ടിയല്ലേ? രേവതി ഒരു പാവാണ്. ദയവ് ചെയ്തിട്ട് ഇനിയും നീ ഈ കള്ളങ്ങൾ മറച്ചു വെക്കാതെ നിന്റെ സത്യങ്ങളെല്ലാം വീട്ടിൽ തുറന്നു പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. മീര പറയുന്നതൊന്നും ശ്രുതിക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. മീരയെ നോക്കി പേടിപ്പിക്കുകയാണ് ശ്രുതി. പക്ഷെ രേവതിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. രേവതി ഞാനും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ വന്നില്ല എന്നുള്ള കാര്യം പറയുന്നത് കേട്ട ഉടനെ തന്നെ ഈ 2 വർഷമായിട്ട് നിനക്ക് സിറ്റുവേഷൻ വന്നില്ല എന്നാണ് മീരയുടെ ചോദ്യം. എന്നെയും അതുപോലെ തന്നെ ആദ്യയും മറ്റാരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും സുധി അംഗീകരിക്കണം. അതിനു വേണ്ടിയിട്ട് സുധിയുമായിട്ട് ആദിക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് വരണം. ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് താന് വെയിറ്റ് ചെയ്യുന്നത്. നിനക്ക് ശ്രുതി എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? നിന്റെ മകൻ ആദ്യം ഇവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ സുധിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും. അങ്ങനെ രണ്ടുപേരും രണ്ടിടത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടാവുക? അതെ, അത് ശരിയാണ്. രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുന്നിടത്തോളം കാലം അവർ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം മീരയും ശ്രുതിയുടെ മറ്റൊരു ഫ്രണ്ടും ഉണ്ട്. അവർ രണ്ടുപേരും പറയാണ്. തുടർന്ന് രേവതി വീണ്ടും പറയുന്നുണ്ട്, ആദ്യവും അതുപോലെ തന്നെ നിന്റെ ഹസ്ബൻഡും ഒരേ വീട്ടിൽ നിന്നിട്ട് അവര് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അല്ലാതെ നീ ഈ പറയുന്നത് പോലെ രണ്ടുപേരും തനിയെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു കാരണവുമില്ലാതെ എന്തായാലും ആദ്യയെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടുകൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ആദിയുടെ അമ്മ ദുബായിലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ പറഞ്ഞു വെച്ചു എന്നല്ല, കള്ളം പറഞ്ഞു എന്ന് പറ. അതല്ല രേവതി, ആദിയുടെ അമ്മ അവനെ വിട്ടുതരില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എന്റെ അമ്മയെ കൊണ്ട് സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആദി ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ റൗഡിയായി മാറും എന്നുള്ള കാര്യം നീ നിന്റെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ലായിരുന്നോ? നിനക്ക് എത്ര ധൈര്യമാണടി അങ്ങനത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട്? എന്റെ ഭർത്താവ് എന്താടി റൗഡിയാണോ? നിന്നെ പോലെ എന്തായാലും സച്ചേട്ടനാരും പറ്റിച്ചിട്ടൊന്നുമല്ല നടക്കുന്നത്. രേവതി, ഞാനതൊക്കെ സിറ്റുവേഷൻ അങ്ങനെ വഷളാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് രേവതി അങ്ങനെ തെറ്റായിട്ട് എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ശ്രുതി. നീ എല്ലാത്തിനും ഒരു കാരണം പറയുന്നുണ്ട്. ഇപ്പോ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം ആദ്യം പറ. അതിനെക്കുറിച്ച് തന്നെയാണ് രേവതി ഞാനും ചിന്തിക്കുന്നത്. പെട്ടെന്ന് എന്തായാലും ആദ്യം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ആ
അമ്മ എന്ന് പറയുന്ന ഒരാളുള്ള സാഹചര്യത്തില് എന്തിനാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നുള്ള കാര്യം ആന്റിയും ചോദിക്കില്ലേ? ഇത് കേട്ട ഉടനെ തന്നെ രേവതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ശ്രുതി നീ ചുമ്മാ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ആ അമ്മയെ നീ കൽപ്പനയിൽ ഉണ്ടാക്കിയതല്ലേ? അങ്ങനെ ഒരു അമ്മ ഇരുന്നാലെന്താ ചത്താലെന്താ? രേവതി നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ശ്രുതി. നിന്റെ കൽപ്പനയിലുള്ള ആദിയുടെ അമ്മ ജീവനോടെ ഇരുന്നാലെന്താ ചത്താലെന്താ എന്ന്. രേവതിയുടെ സംസാരത്തിൽ നിന്നും എന്തോ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മീര പറയുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് രേവതിയുടെ അടുത്ത്, രേവതി നീ നല്ലൊരു ഐഡിയ ആണ് തന്നത്, ഞാൻ എന്ത് ഐഡിയ പറഞ്ഞു എന്നാണ്. അവന്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് അമ്മൂമ്മയല്ലേ ഉള്ളത്, അമ്മൂമ്മയ്ക്ക് സുഖമില്ലല്ലോ, അവന് പിന്നെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാലോ. രേവതി അത് കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നീ ഷോക്കായി പോയോ? അവളുടെ ക്രിമിനൽ ബുദ്ധി വർക്കൗട്ട് ആവുന്നത് നീ കണ്ടില്ലേ? കള്ളം പറയുന്നതില് ഇവൾക്ക് ഡോക്ടറേറ്റ് പട്ടം കൊടുക്കണം. ഇപ്പൊ ശ്രുതി നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ദേഷ്യത്തോടു കൂടി രേവതി ചോദിക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്ലാൻ എല്ലാം കേട്ടിട്ട് എന്താ രേവതി നിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ടേ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആദ്യം വീടിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നീ പറഞ്ഞതുപോലെയൊക്കെ നടന്നാ നീ സത്യം പറയുമല്ലോ. ഞാൻ സത്യം പറയാം, എന്നെ വിശ്വസിക്കുക എന്ന് ശ്രുതി പറയുമ്പോ നിന്നെ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞത് കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആദ്യം നീ ഇപ്പൊ പറഞ്ഞതുണ്ടല്ലോ അത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറഞ്ഞ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമല വീട്ടിലേക്ക് വരുന്നുണ്ട്. വിമലയെ കണ്ട ഉടനെ തന്നെ ആ ആന്റി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സ്വീകരണമാണ്. ആദ്യം എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം താഴെ ഉണ്ടെന്ന് പറയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ആദ്യം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ സച്ചിയെ തടഞ്ഞു നിർത്തുവാണ്. അവർക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് പറയട്ടെ ആദ്യം. എന്താ കാര്യം വെച്ച് പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും എന്റെ മോള് എന്ന് പറഞ്ഞിട്ട് വിമല ഭയങ്കര കരച്ചിലാണ്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ, ഹോസ്പിറ്റലിലോ മറ്റോണോ, പണം വല്ലതും ചോദിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെയാണ്. ചന്ദ്ര നിനക്ക് ഏത് സമയത്ത് എന്താ ചോദിക്കേണ്ടതെന്നും പറയേണ്ടെന്നുള്ള കാര്യം അറിയില്ലെന്ന് ചോദിച്ചിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണ് രവി. അങ്ങനെ വീണ്ടും എന്റെ മകള് എന്ന് പറയുമ്പോഴേക്കും എന്താ അമ്മേ നിങ്ങളുടെ മകള് നാട്ടിലേക്ക് വരാ എന്നുള്ള കാര്യം പറഞ്ഞ് പറ്റിച്ചോന്ന് ചോദിക്കുമ്പോ എന്റെ മകള് ഇനി ഒരിക്കലും നാട്ടിലേക്ക് വരില്ല. അതാണ് അമ്മേ അങ്ങനെ പറയുന്നത്, നിങ്ങള് അവളുടെ അമ്മയാണ്, പിന്നെ അവളുടെ സ്വന്തം മകനുണ്ട്, അവള് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മോള് എന്നെ വിട്ടുപോയെന്നോ, അവള് മരിച്ചുപോയി എന്ന് പറയാണേ. അത് കേട്ട ഉടനെ വർഷയാണെങ്കിൽ മൈ ഗോഡ് രേവതി ചേച്ചി ഇവര് എന്തൊക്കെയായി പറയുന്നത്? അതേ വർഷ ഞാനും ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുവാണ്. നിങ്ങളുടെ മകള് വരും എന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുന്നു. അതേ സച്ചി അവള് ദുബായിലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറയാണേ. അങ്ങനെ വിമലയുടെ അഭിനയം കണ്ടിട്ട് രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവള് എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്, ഇവരെ കണ്ട് പഠിച്ചതായിരിക്കും. ഇത് കേട്ടിട്ട് മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ട അറിയില്ല എന്നൊക്കെ രവി പറയുമ്പോഴേക്കും അയ്യോ കഷ്ടായി പോയല്ലോ, നിങ്ങൾക്ക് ഒരേ ഒരു മകള് മാത്രമല്ലേ ഉള്ളൂ അതേ എന്ന് വിമല പറയുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വിമലയ്ക്ക് അരികെ ചെന്നിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളുടെ ജീവൻ പോവുക എന്നുള്ള കാര്യം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി ദൈവം തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആശ്വസിപ്പിക്കലാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ ഈ അഭിനയങ്ങൾക്കിടയിലൊക്കെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല, തല പൊക്കാനും പറ്റില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. തുടർന്ന് സച്ചി ചോദിക്കുന്നത്, ആക്സിഡന്റ് ആയിട്ട് മരിച്ച നിങ്ങളുടെ മോളെ അവിടെ പോയി കണ്ടിരുന്നോ എന്നുള്ള കാര്യമാണ്. ഇല്ല, അവളുടെ മുഖം പോലും ശരിക്കും കാണാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലാണ്, അതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ദയിപ്പിച്ചു എന്ന് പറയാണേ. അങ്ങനെ എല്ലാവരും ഭയങ്കര ആശ്വസിപ്പിക്കലാണ്. ശ്രുതിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ, പാവല്ലേ ശ്രുതി പുറത്തു പോയിട്ട് സമ്പാദിക്കാൻ വേണ്ടി പോയിട്ട് അവരുടെ ജീവൻ പോയില്ലെന്ന് ചോദിക്കുമ്പോ അതെ കേൾക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് ശ്രുതി. ഇത് പറയുന്ന ശ്രുതിയെ നോക്കിയിട്ട് രേവതി നോക്കി പേടിപ്പിക്കാനുണ്ടോ ചെയ്യുന്നത്. എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ ആദ്യയുടെ അടുത്ത് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് ഞാന് അമ്മ സ്വാമിയുടെ അടുത്തേക്ക് പോയി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അവനും എല്ലാം അറിയുന്ന പ്രായമാണല്ലോ, അമ്മ ഇനി തിരികെ വരില്ല അല്ലേ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ദൈവം എന്തൊരു കൊടുമയാണല്ലേ അച്ഛൻ ചെയ്യുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും എല്ലാം വിധിയാണെന്ന് പറയണ രവി. ഇത് അറിഞ്ഞത് മുതൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല, അവന് ശരിക്കും ഉറക്കവും ഇല്ല. ഇത്രയും നാളായിട്ട് അവന് അവന്റെ അമ്മയുടെ കൂടെ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ സച്ചിയുടെ കൂടെയും അതുപോലെ രേവതി കൂടെ നിൽക്കണം എന്നുള്ള കാര്യമാണ് അവൻ പറയുന്നത്. അതിനെന്താ കുഴപ്പമില്ല, അച്ഛൻ എന്ത് പറയുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോ എന്ത് പറയാനാ, അവൻ ഇവിടെ നിന്നോട്ടെ, അവൻ നമ്മുടെ കുടുംബത്തിലൊരു അംഗല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ചാടി കടിക്കാൻ വേണ്ടി ചെല്ലുന്ന രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനം എടുക്കുക, ഇത് എന്റെ വീടാണ്,
അങ്ങനെ ഇത് അനാഥ മന്ദിരമൊന്നുമല്ല, ഇവിടെ എല്ലാരും കൊണ്ടുവന്നിട്ട് തള്ളാൻ വേണ്ടിയിട്ട് അമ്മ എന്താ ഈ സമയത്ത് ഇങ്ങനത്തെ വർത്താനം പറയുന്നത്, തീരെ മനുഷ്യത്വം ഇല്ല എന്നൊക്കെയാണ് വർഷ ചോദിക്കുന്നത്. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയെ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ മരിച്ചു എന്നുള്ളത് ദുഃഖപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ എനിക്കും വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് അവനെ നമ്മുടെ കൂടെ നിർത്തണം എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ചന്ദ്ര, നിനക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ അറിയില്ലേ? എത്ര വലിയ മനുഷ്യനാണെന്നുണ്ടെങ്കിലും അവസാന കാലത്ത് 6 പടി മണ്ണ് മാത്രമേ വേണ്ടുള്ളൂ. അച്ഛ, എന്നാ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, വെറുതെ എന്തിനാ അമ്മയെ കുറ്റം പറയുന്നത്? നമുക്കും ആ പയ്യനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അവൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ ചോദിക്കു സുധി, നീ ഒരാൾ മാത്രമാണ് ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആര് ഇവനോ? നിനക്കൊന്നും ഒട്ടും മനസാക്ഷിയില്ല എന്നാണ് സച്ചി ചോദിക്കുന്നത്. അവനും നമ്മളും ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അവനിവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല, അല്ല ശ്രുതി എന്ന് ചോദിക്കുമ്പോ അല്ല, അവരെ കണ്ടിട്ടും പാവം തോന്നുന്നുണ്ടെങ്കിൽ അവരെ സമാധാനിപ്പിക്കാം, അല്ലാതെ അവരുടെ മകനെ ഇവിടെ താമസിപ്പിക്കാനൊന്നും പറ്റില്ല. അത് പറയാൻ വേണ്ടിട്ട് നീ ആരുടാന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അവൻ ഈ വീട്ടിലെ മൂത്ത മകനാണ്, അവനും നിന്നെ പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഇവരുടെ തർക്കം കേൾക്കുന്ന സമയത്ത് വർഷ ഇതിനൊരു സൊല്യൂഷൻ പറയാന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ എന്തായാലും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ആ കൊച്ചിനെ അവിടെ കൊണ്ടുപോയിട്ട് വിടാമെന്ന് പറയാണേ. അതിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കൂ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ശ്രീകാന്തെ, നിന്റെ അമ്മയെ പോലെയല്ല, എന്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. നീ എന്താ വർഷം അങ്ങനെ പറഞ്ഞെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അത് ശരിയല്ലേ ആന്റി എപ്പോഴും ആന്റി എന്താണോ വിചാരിക്കുന്നത് അത് നടക്കണമെന്നല്ലേ വിചാരിക്കുക? ഇവരുടെ മകനെ നോക്കാൻ വേണ്ടി പറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടെങ്ങാണ്ട് ഉപേക്ഷിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണം എന്നാണോ നീ പറയുന്നത്? വർഷയുടെ അടുത്ത് തിരിച്ചു ചോദിക്കാണ് കേട്ടോ ചന്ദ്ര. പക്ഷേ ഇത് കേട്ട വിമലയാണെന്നുണ്ടെങ്കിൽ എന്റെ മകനെ ജീവിതാവസാനം വരെ നോക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അവന്റെ ഈ അവസ്ഥയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിടാന്ന് വിചാരിച്ചത്. ആന്റി പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് സച്ചി പറയണേ. ഒരുപാട് നാളത്തേക്കൊന്നുമില്ല, അവന്റെ മനസ്സ് ഒന്ന് സമാധാനാവുന്നത് വരെ. അതിനു മുമ്പായിട്ട് ഞാന് വീട്ടിന്റെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ വിറ്റ് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് ആദ്യം പോയി കൂട്ടിക്കൊണ്ട് വരുവാണ്. ആദ്യമാണെന്നുണ്ടെങ്കിൽ വന്ന ഉടനെ തന്നെ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം എന്തായാലും ഇവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്ര വീണ്ടും ഉറച്ചു പറയുമ്പോഴേക്കും അമ്മമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണേ. നിന്നെ ഇവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇരുന്നോടത്ത് എഴുന്നേറ്റ് പോകുന്നൊക്കെ ഉണ്ട്. അതേസമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ശ്രുതിക്കും അരികിലേക്കൊക്കെ ചെന്നിട്ട് ആന്റി അങ്കിൾ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും ശരിയായിട്ട് വരില്ല എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് രവി പറയാണേ. നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം നാട്ടിൽ പോയിട്ട് ചെയ്തോളൂ, ഞങ്ങൾ ആദ്യം നോക്കിക്കോളാം എന്ന് വിമലയ്ക്ക് ഉറപ്പ് നൽകുവാണ് രവി. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് രവിയേട്ടാ. സച്ചി നന്ദി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതിനെന്തിനാണ് നന്ദിയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ തന്നെയല്ലേ, അവനെ ഞങ്ങള് നന്നായിട്ട് നോക്കിക്കൊള്ളാം. അങ്ങനെ ആദിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് രേവതിയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ വിഷമിക്കാതെ ആന്റി പോയിട്ട് വാ, നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം ശരിയാകും. വിമലയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഒരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്.